ബജറ്റിൽ വേണ്ടത്ര നീക്കിയിരിപ്പില്ലാതായതോടെ കടുത്ത നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് സപ്ലൈകോ. വിൽപ്പനക്കുറവുള്ള ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടും. ഇത്തരം ഔട്ട്ലെറ്റുകൾ കണ്ടെത്താൻ സപ്ലൈകോ കണക്കെടുപ്പും ആരംഭിച്ചു. വി ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. സപ്ലൈകോയുടെ മന്ത്രി തന്നെ ആകെ കലിപ്പിലാണെന്ന് പറയുന്നു. മന്ത്രിക്ക് ആകെ ടെൻഷനായി തോന്നുന്നു. ബജറ്റിൽ നിന്നൊന്നും കിട്ടിയില്ലല്ലോ. ഓക്കെ, പറയൂ. ഗുഡ് മോർണിംഗ് എസ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സപ്ലൈകോ. കഴിഞ്ഞ കുടിശ്ശിക തന്നെ 800 കോടിയിലധികം രൂപ ഇത്തരത്തിൽ സബ്സിഡി സാധനങ്ങൾ നൽകിയത് വഴി സപ്ലൈകോയ്ക്ക് ലഭിക്കാനുണ്ട്. അതോടൊപ്പം നെല്ല് സംഭരണത്തിലും ഒക്കെയായി ആകെ ഏതാണ്ട് 1500ഓളം കോടി രൂപയാണ് സർക്കാരിൽ നിന്ന് സപ്ലൈകോയ്ക്ക് ലഭിക്കാനുള്ളത്. സ്വാഭാവികമായും ഈ ബജറ്റിൽ ഈ തുകയെല്ലാം തന്നു തീർക്കും എന്നുള്ളതായിരുന്നു സപ്ലൈകോയുടെ ഒരു പ്രതീക്ഷ. എന്നാൽ അതിനൊക്കെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ബജറ്റിൽ സപ്ലൈകോയ്ക്ക് തുക അനുവദിച്ചിട്ടില്ല. മാത്രമല്ല, വിപണി ഇടപെടലിനായി വലിയ തരത്തിലുള്ള തുക അനുവദിക്കാനോ കുടിശ്ശിക അനുവദിക്കാനോ ധനമന്ത്രി തയ്യാറായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് കടുത്ത നടപടികളിലേക്ക് കടക്കാൻ സപ്ലൈകോ തീരുമാനിച്ചിരിക്കുന്നത്. വിറ്റുവരവില്ലാത്ത ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടാനാണ് ഇപ്പോൾ സപ്ലൈകോയുടെ തീരുമാനം. ഇതിനുള്ള ശുപാർശ സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്നു. ഇതിന് ഭക്ഷ്യവകുപ്പ് കഴിഞ്ഞ ദിവസം അനുമതി നൽകി. ഇത്തരത്തിൽ സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതിനാൽ ആൾക്കാർ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് സപ്ലൈകോ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഔട്ട്ലെറ്റുകൾ നടത്തുന്നതിനുള്ള സ്ഥലം എടുക്കുന്നതിൻ്റെ വാടക, അതോടൊപ്പം വൈദ്യുതി നിരക്ക്. സ്വാഭാവികമായും ഇതെല്ലാം വലിയ തരത്തിലുള്ള ഒരു ബാധ്യതയിലേക്ക് സപ്ലൈകോയെ കൊണ്ടുവിടും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഔട്ട്ലെറ്റുകൾ കണ്ടെത്തുന്നതിന് ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനുശേഷം ഈ ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടാനാണ് ഇപ്പോൾ സപ്ലൈകോ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി കരാറുകാർ ഏതെങ്കിലും തരത്തിൽ സഹകരിച്ചാൽ മാത്രമേ സപ്ലൈകോയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. എന്നാൽ കരാറുകാർ പറയുന്നത് തങ്ങൾക്ക് കുടിശ്ശിക തുക ലഭിക്കാതെ ഒരു കാരണവശാലും സപ്ലൈകോയുമായി സഹകരിക്കാനോ സബ്സിഡി സാധനങ്ങൾ നൽകാനോ സാധ്യമല്ല എന്നുള്ളതാണ്. ഒരു അസാധാരണ പ്രതിസന്ധിയിലേക്ക് സപ്ലൈകോ ചെന്നെത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഔട്ട്ലെറ്റുകൾ അടച്ചിടാനുള്ള സപ്ലൈകോയുടെ തീരുമാനം വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു വി ഗിരീഷ്.